സ്റ്റോക്ക് തിട്ടപ്പെടുത്താൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ്. ചില സമയം നോക്കുമ്പോൾ സ്റ്റോക്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് എന്താണെന്ന് തിരക്കിയപ്പോൾ അത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ കുഴപ്പമാണെന്നാണ് റേഷൻ ഉടമ പറയുന്നത്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയാലും ഈ പച്ചരിയും പരുവരിയും തന്നെ കൂടുതലും മിക്സിംഗ് ആയി കിടക്കുന്നത്. വിതരണത്തിനായി എത്തിച്ച റേഷനരിയിൽ ഗുണമേന്മ ഇല്ല എന്ന് ആക്ഷേപം. റേഷൻ എത്തിച്ച വാഹനം ഇതോടെ നാട്ടുകാർ തടഞ്ഞിട്ടു. വിതരണത്തിനായി എത്തിച്ച റേഷൻ പച്ചരിയിൽ വരവരി മിശ്രിതമാക്കി എത്തിച്ചതായിരുന്നു പ്രതിഷേധത്തിന് കാരണമായത്. നെയ്യാറ്റിൻകര എള്ളുവിളയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ബിനൽ റോസിന്റെ 566 നമ്പർ ലൈസൻസിലുള്ള റേഷൻ കടയിലാണ് നെയ്യാറ്റിൻകര വിതരണ കേന്ദ്രത്തിൽ നിന്ന് റേഷൻ ഉൽപ്പന്നങ്ങൾ എത്തിച്ചത്. കെട്ടുചാക്കുകളിൽ എത്തിച്ച സിംഹചാക്കുകളിലെ അരികൾ പലതരം അരികൾ കലർന്ന മിശ്രിതമായിരുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം. പല ചാക്കുകളിലും തൂക്കത്തിലെ വ്യത്യാസമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഗോഡൌണുകളിൽ എത്തുന്ന അരിച്ചാക്കുകൾ പൊട്ടിപ്പോകുന്ന പക്ഷം അവ കൃത്യമായ അളവിൽ ഗുണമേന്മയോട് കൂടി കെട്ടി വിതരണത്തിന് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേകമായി തുകയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ശരിയായിട്ട് കെട്ടാന്നിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും കാണിച്ചു കൊടുക്കും. ഇവിടെ പറഞ്ഞ എല്ലാം കെട്ടിച്ചാക്കുക. അതാണ് 50 കിലോ പറഞ്ഞു. 50-500 പറഞ്ഞു. 45-250 ഉണ്ട്. അത് വരില്ലേ? അല്ല അമ്പത്തത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം 50 ആക്കി. വന്നല്ല മിക്സ് ചെയ്ത ഇപ്പൊ വന്നു കുറെ കയറ്റിയപ്പോ ഇത് പൂഞ്ഞ് വീണപ്പാണ് അവര് കണക്കണല്ല മിക്സ് ചെയ്തത്. ഇതാണ് വേണ്ട ഇതിന് എന്ത് ചെയ്യും ഇത് ഈ ചാക്ക് തിരിച്ചു കൊടുക്കും. ഒരു ചാക്ക് മുഴുവനും ഇങ്ങനെ ഡാമേജ് ആയിട്ട് വന്നാൽ നിങ്ങൾ ദോശയ്ക്കാണോ ഉപയോഗിക്കണം. ആപ്പിയാത്തി എടുത്തുണ്ട്. കെട്ടിയാക്ക് വരുന്നത് ഏകദേശം 2500 ചാക്കോളം വരുന്നുണ്ട്. നമ്മുടെ അമരവള ഡിപ്പോയിൽ നിന്ന് ഏകദേശം 260 കടയൊക്കെയാണ് വിതരണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 6-7-8 ചാക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. അത് എല്ലാ മാസവും അങ്ങനെയല്ല. ചില മാസങ്ങളിൽ കുറവായിരിക്കും, 1000-1500 ചാക്കയായിരിക്കും.
അത് പരമാവധി വന്നാൽ 7-8 ചാക്കോ ഇങ്ങനെ കെട്ടിയാക്കി കൊടുക്കേണ്ടി വരും. അത് നമ്മൾ നമുക്ക് തന്നാൽ അത് വാങ്ങാൻ തയ്യാറാണ്. പക്ഷേ മുഴുവൻ ചാക്കും ഇങ്ങനെ കെട്ടിയാക്കി അയക്കുമ്പോൾ അതിൻ്റെ തൂക്ക വ്യത്യാസം ചില ചാക്കുകളിൽ 42 കിലോയുണ്ട്, ചില ചാക്കുകളിൽ 56 കിലോയുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് തിട്ടപ്പെടുത്താൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ്. ചില സമയം നോക്കുമ്പം സ്റ്റോക്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നും, ചില സമയം നോക്കുമ്പോൾ സ്റ്റോക്ക് കുറവായിട്ട് തോന്നും. അത് ഇവർ സ്റ്റാൻഡേർഡ് അയക്കാത്തതിൻ്റെ കാരണമാണ്. സ്റ്റാൻഡേർഡ് അയക്കാൻ കൂടിയാണ് ഗവൺമെൻറ് ഇവർക്ക് പൈസ അനുവദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ സാധാരണ റേഷൻ വാങ്ങാൻ വരുമ്പോൾ നമ്മൾ പച്ചരിക്ക് വരുമ്പോൾ വരവരി കൂടി കലർന്നാണ് ഇവിടെ റേഷൻ കിട്ടുന്നത്. അപ്പോൾ സർക്കാർ പറയുന്നത് ഗുണമേന്മയുള്ള ഏത് ഉൽപ്പന്നമാണോ ചോദിക്കുന്നത് അത് കൊടുക്കണമെന്നാണ്. പക്ഷേ ഇവിടെ രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് എന്താണെന്ന് തിരക്കിയപ്പോൾ അത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ കുഴപ്പമാണെന്നാണ് റേഷൻ ഉടമ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അതുകൊണ്ട് റേഷൻ വന്നപ്പോൾ ഞങ്ങളിവിടെ അതെന്താണെന്ന് നോക്കാൻ വന്നപ്പോൾ എല്ലാ റേഷൻ കൊണ്ടുവന്ന ചാക്കുകളും കെട്ടി വച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ നിന്ന് വന്നതല്ലാത്ത രീതിയിൽ കെട്ടി വച്ചിരിക്കുന്നു. അതിലെല്ലാം പച്ചരിയും വരവരിയും മിക്സ് ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തി നമ്മുടെ ഈ നാടിനെ മാത്രം സ്ഥിരമായി അവഗണിക്കുന്ന ഒരു സ്വഭാവം ഈ കടയ്ക്ക് മാത്രമാണ് വിലക്കിയപ്പോൾ ഇങ്ങനെ പച്ചരിയും വരവരിയും മിക്സ് ചെയ്ത് വരുന്നത്, എല്ലാ ചാക്കുകളും മിക്സ് ചെയ്ത് വരുന്നതെന്നാണ് അറിയുന്നത്. കെട്ടിയാക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കെട്ടിച്ചാക്ക് ഇറക്കുന്ന ഒരു കടയായി ഈ കടയെ മാറ്റിയിരിക്കുക. അപ്പോൾ ഈ നാട്ടിലെ ഗുണഭോക്താക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും ഗുണമേന്മയുള്ള റേഷൻ സാധനം വാങ്ങാൻ ഞാൻ കഴിയുന്നില്ല. ഈ കെട്ടിച്ചാക്കുകൾ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് പറഞ്ഞത്, ഈ റേഷൻ കടയിൽ. പിന്നെ നമ്മൾ ഇവിടുത്തെ തൊഴിലാളികളാണ് ഇറക്കുന്നത്. ഞാൻ യൂണിയൻകാരാണ്, നമ്മൾ തന്നെ ഇറക്കണത്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയാലും ഈ പച്ചരിയും പരുവരിയും തന്നെ കൂടുതലും മിക്സിങ് ആയി കിടക്കണത്. ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്ത അരിയായിരിക്കും പറഞ്ഞത്. ഇതിൽ മറ്റേ ഈ ചാക്ക് നൂലൊക്കെ ഇതിനകത്ത് കയറി ഒരു പുഴുവരിച്ച അരി പോലെയൊക്കെ വരും. കൂടുതലും കെട്ടിയാക്കി പറഞ്ഞ ഇവിടെയാണ്. പിന്നെ നമ്മൾ സ്ഥിരം റേഷൻ വാങ്ങി ഇവിടെ നിന്നാണ്. അളവ് നമുക്ക് ക്ലിയറായി കിട്ടും. പിന്നെ അരി മോശമായിട്ടുള്ള അരി എന്ത് കാരണവശാലും നമുക്കറിഞ്ഞുകൂടാ. സ്ഥിരം കെട്ടിയാക്കി ഏറ്റവും കൂടുതൽ പറഞ്ഞ ഇവിടെയാണ് പറഞ്ഞത്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇറക്കണതാണ്, യൂണിയൻകാരാണ്. എന്നാൽ ഈ പ്രവൃത്തിയിൽ ഗോഡൌണിൽ ഉണ്ടാകുന്ന അലംഭാവമാണ് ചാക്കുകെട്ടുകളിൽ മിശ്രിതമായുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. പലതരം അരികളുടെ മിശ്രിതമായി കണ്ടെത്തിയ ചാക്കുകൾ വിതരണം ചെയ്യേണ്ട എന്നും അവ തിരിച്ചയക്കാനും ഗോഡൌൺ അധികൃതരിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടുകൂടി സമരക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു. കൃത്യമായ അളവിലും തൂക്കത്തിലും ഗുണമേന്മയിലുമുള്ള അരികളും മറ്റ് റേഷൻ ഉൽപ്പന്നങ്ങളും എത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് അധികൃതർ പരിശോധിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.